കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് എംഎൽഎ എ.ഡി. തോമസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ ആദ്യ കേസ് ഡയറി തിരുത്തിയ എ.ഡി.ജി.പിക്കെതിരെ നടപടി എടുത്തേക്കും. അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെയാണ് ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. കേസ് അട്ടിമറിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആലപ്പുഴ എംഎൽഎ എ.ഡി. തോമസും അജയ് ജുവാൽ കുര്യാക്കോസും ആവശ്യപ്പെട്ടിരുന്നു. കേസിലെ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നും ഫയൽ തിരുത്തിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കേസ് ഫയൽ തിരുത്തിയെന്ന അന്വേഷണ സംഘത്തിലെ എസ്ഐയും 2 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് മൊഴി നൽകിയത്. മർദ്ദനമേറ്റ ആലപ്പുഴ എംഎൽഎ എ.ഡി. തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവാൽ കുര്യാക്കോസ് എന്നിവരുൾപ്പെടെയുള്ളവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നും എസ്.ഐ.ടി അറിയിച്ചു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ ഗൺമാൻമാരെ രക്ഷിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ നേരിട്ട് ഇടപെട്ടതായാണ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ. തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്തിച്ചുവെന്നാണ് മൊഴി. ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം നടത്തിയത് പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ആദ്യ അന്വേഷണത്തിലെ അട്ടിമറിയിൽ വിശദമായ റിപ്പോർട്ട് എസ്.ഐ.ടി തയ്യാറാക്കും. ഇടപെടൽ നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മർദ്ദനമേറ്റ ആലപ്പുഴ എംഎൽഎ എ.ഡി. തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവാൽ കുര്യാക്കോസും പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ സേനയിലെ സന്ദീപ് എന്നിവരാണ് കേസിലെ പ്രതികൾ. എന്നാൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളിൽ കൂടുതൽ പേർ ലാത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിക്കുന്നത് വ്യക്തമാണെന്ന് എസ്.ഐ.ടി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് ആദ്യം പിടിച്ചുമാറ്റിയിരുന്നു. എന്നിട്ടും ഗൺമാൻമാർ മർദ്ദിച്ചു. അന്ന് സംഭവസ്ഥലത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തും. യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ അന്വേഷണം എസ്.ഐ.ടി വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ മർദ്ദന ദൃശ്യങ്ങൾ പറത്തിയ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കുമെന്നും ഗൺമാൻമാരെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും എസ്.ഐ.ടി അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ വീണ്ടും അന്വേഷണം നടത്താനായി കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് പുനരന്വേഷണത്തിന് തീരുമാനമായത്. അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം.